ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളുണ്ടാവാം, ക്ഷമിക്കുക. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 5-ാം തീയതിയാണ് ഇന്നലെയായിരുന്നു വോട്ടെണ്ണൽ കഴിഞ്ഞു, ജനഹിതം മനസ്സിലായി. അപ്പോൾ പുതിയതായി നിയുക്തരായി വന്നിരിക്കുന്ന UDF സർക്കാരിന് ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ 2016 തൊട്ട് 2026 വരെ ഭരിച്ചിരുന്ന നമ്മുടെ എല്ലാമായിരുന്ന LDF സർക്കാരിന് ഹൃദയത്തിൽ നിന്നും തന്നെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കാര്യം ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വന്ന വികസനങ്ങൾ എന്താണെന്നും വികസനങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എന്തൊക്കെ വികസനങ്ങൾ വന്നിട്ടുണ്ട്. സ്കൂളുകൾ ഹൈടെക് ആകുകയുണ്ടായി. അതുപോലെ തന്നെ പല കാര്യങ്ങൾ പല മേഖലകളിലും പല കാര്യങ്ങൾ ചെയ്തു. നല്ല രീതിയിൽ തന്നെ വികസന പ്രവർത്തനങ്ങളുണ്ടായി. ഇതിനിടയിൽ തന്നെ നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ അവിടുത്തെ ടൗൺഷിപ്പ് പ്രോഗ്രാം എല്ലാം നല്ല രീതിയിൽ തന്നെ കൃത്യമായി തന്നെ നടന്നിരുന്നു. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സർക്കാരിനും ആശംസകൾ. അവർക്കിതിൻ്റെ തുടർച്ചയെന്നോണം ആ ടൗൺഷിപ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതുപോലെ തന്നെ വയനാട്ടിലേക്കുള്ള തുരങ്കപാത, അതിൻ്റെ എല്ലാം കൃത്യമായ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളല്ലേ, മുന്നോട്ട് വച്ചിരിക്കുന്ന അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതും കൃത്യമായി തന്നെ നടത്തിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ LDF സർക്കാരിന് പറ്റിയൊരു LDF സർക്കാർ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. പക്ഷേ ജനങ്ങളാണ് അടുത്ത സർക്കാർ ആര് വേണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇത്രയും എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് നോക്കുകയായിരുന്നെങ്കിൽ LDFൻ്റെ പല സിറ്റിംഗ് സീറ്റുകൾ, അത് ശക്തമായ LDFൻ്റെ ശക്തമായ പല മണ്ഡലങ്ങളിലും UDFൻ്റെ കനത്ത പോരാട്ടം നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. അപ്പം അതൊക്കെ നമ്മളൊരു നമ്മളിപ്പോൾ ഒരു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആ തോൽവിനെ നമ്മൾ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണ് തെറ്റിയത്, നമുക്കെവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചതെന്ന് കൃത്യമായി തന്നെ വിശകലനം ചെയ്ത് പോകേണ്ടതായൊരു സാഹചര്യമാണിപ്പോൾ. അപ്പോൾ താഴെത്തട്ട് മുതൽ, അതായത് കീഴ്ഘടകം മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ കൃത്യമായി അതിൻ്റെ എടുത്തു നോക്കി കറക്റ്റായിട്ട് എവിടേക്കാണ് മിസ്റ്റേക്കുകൾ സംഭവിച്ചത് എല്ലാം കൃത്യമായി തന്നെ നമ്മൾ വിശകലനം ചെയ്ത് ഈ തോൽവിനെ മറ്റൊരു വിജയത്തിലേക്ക് മാറ്റാൻ നമ്മൾ ഇന്ന് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറ്റിയ അമളികൾ അല്ലെങ്കിൽ പറ്റിയ മിസ്റ്റേക്കുകളെല്ലാം കൃത്യമായി തന്നെ വിശകലനം ചെയ്യാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബ്രാഞ്ചിലും അതുപോലെ കമ്മിറ്റികളിലും പല കമ്മിറ്റികളിലും LDFൻ്റെ കമ്മിറ്റികളിലും LDF കമ്മിറ്റികളിലും അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റികളും എന്ത് സംഭവിച്ചതാണ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. കാര്യം LDFൻ്റെ പല സ്ട്രോങ് ആയിട്ടുള്ള പല മണ്ഡലങ്ങളിലും